മൂപ്പര് പറഞ്ഞ വേറൊരു സംഗതി കൂടെ പ്രത്യേക ഒരു പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കണേ. മരിച്ചു പോയി കഴിഞ്ഞാൽ ഇൻഖിതാഉൽ മൂപ്പരെ ചെവി പിന്നെ കേൾക്കൂല, മരിച്ചവരെ കേൾക്കൂല, കാണൂല, ഒന്നുമില്ല അല്ലേ? അതായത് മൂപ്പര് പറഞ്ഞത് നമ്മളെ ഉമ്മയോ വാപ്പയോ ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ മൃഗങ്ങളെ കൊണ്ട് കുഴിച്ചിടണ പോലെ കുഴിച്ചിട്ട് നമ്മൾ ഇങ്ങ് മാസലാമെന്ന് പറഞ്ഞ് പോരണെന്ന്. അതിന് വല്ലാത്തൊരു മനക്കെട്ട് തന്നെ വേണം കേട്ടോ. ദ്വാരക്കാൻ പാടില്ല, യാസീൻ ഓതാൻ പാടില്ല, സലാം ചെല്ലാൻ പോലും പാടില്ല. കാരണം ഓല് കേൾക്കൂല, ഓല് കാണൂല, കേൾക്കൂല, ഒന്നുമില്ല. ഇതാണ് യഥാർത്ഥത്തില് വഹാബിസം എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മരിച്ചവരെ അങ്ങനെ കൊണ്ടേ മറമാടിയിട്ട് തിരിച്ചു പോരാൻ ഒന്നും ഓർക്ക് വേണ്ടി ചെയ്യണ്ടാന്ന്. ഇതിനൊരു ഉമ്മ പറ്റ മോൻക്ക് കയ്യോ? ഒരു വാപ്പ നോക്കി വളർത്തി വലുതാക്കിയ മോൻക്ക് കയ്യോ? സ്വന്തം ഉമ്മാനെയും ബാപ്പാനെയും കബറ് കൊണ്ടേ താത്തിയിട്ട് ഒരക്ഷരം പോലും ചൊല്ലാതെയും പറയാതെയും ഓർക്ക് വേണ്ട ഒന്നും ചെയ്യാതെ തിരിച്ചു പോരാന്ന് പറയുമ്പോ എത്രത്തോളാണ് ഇപ്പൊ അതിന്റെ ഒരു ആ ഒരു മനസ്സിന്റെ കടുകട്ടി എത്ര? അത് ആരിഫ് ഹുസൈനെ പോലത്തെ ഒക്കെ പാടം എന്നാ നടക്കും, അല്ലാണ്ട് ഞമ്മക്കൊന്നും അത് പറ്റൂല. ഇത് കേൾക്കൂല്ല എന്നുള്ളതാണ് അടുത്ത വിഷയം. മരിച്ചവരെ കേൾക്കൂല്ലെന്ന് ഞാൻ പലപ്പോഴും പല വഹാബികളോടും ഞാൻ പറയാറുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയാ, മിനിമം നിങ്ങൾ വഹാബിസം എന്താന്ന് പഠിക്കണം. നിങ്ങളെ വലിയ മുഫ്തി, അതായത് ഇമാമിയങ്ങളെക്കാൾ വലിയ ആളാണ് എന്ന് നിങ്ങൾ പഠിപ്പിക്കുന്ന ഇബ്നു തൈമിയ്യന്റെ കിതാബെങ്കിലും മിനിമം ഒന്ന് മറച്ചു നോക്കണ്ടേ? അതിൽ പച്ചയായിട്ട് മൂപ്പര് പറയുന്നുണ്ട്. ഇബ്നു തൈമിയ്യന്റെ വാദം നിങ്ങൾ തള്ളാൻ നിൽക്കരുത്. അത് നിങ്ങളെ കിതാബുകളിൽ നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളെ ഓരോ പതിപ്പുകൾ മാസികകളിൽ നിങ്ങൾ എഴുതിയതാണ്. ഇബ്നു തൈമിയ്യന്റെ വാദമെങ്ങാനും തള്ളണ ഒരാൾ വിശുദ്ധ ഖുർആൻ തള്ളണ പോലെയാണെന്ന് പറഞ്ഞേ. ആ ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട് മരിച്ചവർ കൃത്യമായിട്ട് കേൾക്കുമെന്ന്. പൊന്നാര സഹോ, പിന്നെ നിങ്ങൾക്ക് എവിടുന്നാണ് ഇങ്ങനത്തെ വാദം കിട്ടുന്നത്? നിങ്ങളെ ഉദ്ദേശം എന്താ? കൊണ്ടുവാ വീണ്ടും ഞാൻ ചോദിക്കുന്നു, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കൽ ശിർക്കാണ് എന്നതിന് ഖുർആനിൽ നിന്ന് തെളിവ് കൊണ്ടുവാ മൗലവി.